ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ 𝙑𝙞𝙙𝙚 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ ടയർ പ്രഷർ ഗോജാണ്. അതായത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ ഡിജിറ്റലായിട്ടുള്ള ഉപയോഗിക്കുന്ന ടയർ ഇൻഫ്ലേറ്റർ കുറേ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ ടയർ ഇൻഫ്ലേറ്റർ നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ബാറ്ററി ഇല്ല, നമ്മുടെ സിഗരറ്റ് ലൈറ്റിലേക്ക് കണക്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു ടയർ ഗോജ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നല്ല ടയർ നല്ലതാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ലോങ് ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടയർ പ്രഷർ നോക്കേണ്ടത് ഒരു മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കുറേ ലോക്കൽ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ബ്രാൻഡല്ല, കുറേ ലോക്കൽ പ്രോഡക്റ്റ്സ് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ 2-3 ട്രൈ നോക്കി, പക്ഷേ നല്ല തീരെ ആക്യുറേറ്റ് അല്ല, ഭയങ്കര ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ആക്ച്വലി ഒറിജിനൽ ടയർ പ്രഷറും ഈ ടയർ പ്രഷറുമായിട്ട്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാൻലിയുടെ ഒരു ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാവുന്ന ടയർ പ്രഷർ ഗോജാണ്. ഇത് നമുക്ക് ഇൻബിൽഡ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റാൻലി പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ജർമ്മൻ ബ്രാൻഡാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് ഡക്കറൊക്കെ ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് ഡക്കർ നമ്മുടെ പ്രഷർ വാഷറൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ആ ബ്രാൻഡിൻ്റെയാണത്, ജർമ്മൻ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടയർ പ്രഷർ ഗോജാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഒരു 1000 രൂപ പ്രൈസിൽ വരുന്നുള്ളൂ, ഡിഫറൻസ് ഒരു 1000 രൂപ വരുന്നുള്ളൂ. 1200 അല്ല, 1200 1055 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. പ്രൈസ് ചെറുതായിട്ടൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ എന്തായാലും ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ തലമുറക്ക് ഡയറക്റ്റ് വീട് വാങ്ങിക്കട്ടെ. ഞാൻ ശരിക്കും ആക്ച്വലി നമ്മുടെ 2 വീലറിനും അതുപോലെ കാറിനും കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കിത് ഏതിലാണെങ്കിൽ ഉപയോഗിക്കാം, സെയിം പോർട്ടുകളും കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് PSI, ബാർ, KP എല്ലാം നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഓട്ടോ പവർ ഓഫും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇൻബിൽഡ് LED ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ പോർട്ടിൽ കുത്താൻ സ്ഥലത്ത് തന്നെ നമുക്ക് ഇൻബിൽഡ് ലൈറ്റ് വരുന്നുണ്ട്. ഒരു ബ്ലൂ കളർ LED ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര റബ്ബറൈസ്ഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് ട്രൈ ഓണൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പറയണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യട്ടെ. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻലിൻ്റെ ഡിജിറ്റൽ ടയറിൻ്റെ പ്രഷർ ഗോജാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ബോക്സ്. നേരത്തെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സാണ്, ബോക്സല്ല പാക്കേജിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻലിയുടെ പ്രൊഡക്ട്സും കാര്യമായിരിക്കും ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ട് വരിക. പ്രൊഡക്ട്സും അതേപോലെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ ഫസ്റ്റ് പരിചയപ്പെടാം. ഇതിൽ നമുക്ക് ബോക്സിൽ ഫസ്റ്റ് സ്റ്റാൻലി ഓട്ടോമോട്ടീവ് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഡിജിറ്റൽ ടയർ പ്രഷർ ഗോജ് എഴുതിയിട്ടുണ്ട്. ഇതിന് 1000 രൂപ സംതിങ് വരട്ടെ, നേരത്തെ പറഞ്ഞ തന്നെ. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു പ്രഷർ ഗോജ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മിഷലിനൊക്കെ ഉണ്ട്, പക്ഷേ അതിനായിട്ട് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രഷർ ഗോജ് എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കാവുന്നതാണ്. സ്റ്റാൻലിയുടെ നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്റ്റാൻലിയുടെ ബ്രാൻഡുകളെ കുറിച്ചൊക്കെ. ഇവർ ഈ ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്, ജർമ്മൻ ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ബോക്സ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പേയിൽ ഇതിൻ്റെ ടയറിൻ്റെ റബ്ബറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റലിലെന്ന് കാണിച്ചിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ PSI, ബാർ, KPA, kg/cm² ഒക്കെ ഉണ്ട്. അതുപോലെ 150 PSI വരെ ഉണ്ട്. മാക്സ് എല്ലാത്തിൻ്റെ എഴുതിയിട്ടുണ്ട് ബാറിലും കാര്യത്തിലൊക്കെ. ബാക്ക് സൈഡിലായിട്ട് സ്റ്റാൻലി ഓട്ടോമോട്ടീവ് ആയിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ സ്യൂട്ടബിൾ ഫോർ യൂസ് ഓൺ കാർ, ബൈക്സ് ആൻഡ് ട്രെയിലർ ടയേഴ്സ് വേണ്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ കുറേ ഭാഷയിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ MRP കൊടുത്തേക്കുന്നത് 1055 രൂപയാണ്. ശരിക്കും ഓൾമോസ്റ്റ് നമുക്ക് ബൈയിങ് പ്രൈസും സെയിം തന്നെയാണ് കേട്ടോ ആമസോണിൽ. ഇത് ഇവിടെ കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ സാനിറ്റൈസർ അടിച്ച് തരണമെന്നുണ്ട്, കുറച്ച് മാഞ്ഞു പോയി. ബാക്കി കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. ബെൽജിയം ബ്രാൻഡ് ഏജൻറ്റ് www.stanleytools.com എന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ബ്ലാക്ക് ആൻഡ് ഡക്കറിൻ്റെ ഒരു ബ്രാൻഡാണ് സ്റ്റാൻലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് ഡക്കർ അറിയണ്ടായിരിക്കും. നമ്മുടെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇറക്കാൻ തന്നെ നമ്മുടെ പ്രഷർ വാഷറിന് മുമ്പ് നമ്മൾ ബ്ലാക്ക് ആൻഡ് ഡക്കറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ പ്രഷർ ഗോജിൻ്റെ ഒരു ഓവറോൾ ലുക്കാണ് നമ്മൾ കണ്ടത്. ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട് നമുക്ക് ഇതിൽ ഇൻബിൽഡായിട്ട്. ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്ക് അമർത്തി കഴിഞ്ഞാൽ ഏത് മോഡലിലേക്ക് വേണമെങ്കിൽ പറയാം. KGF ആണെങ്കിൽ അതിലേക്ക് വയ്ക്കാം, PSI ആണെങ്കിൽ PSIയിൽ വയ്ക്കാം, ബാറാണെങ്കിൽ ബാറിൽ വയ്ക്കാം, പിന്നെ KPAയിലേക്ക് വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. അങ്ങനെ 4-5 മോഡുകളുണ്ട്. നമുക്കിവിടെ ലൈറ്റും ഉണ്ട്, നമുക്ക് അതിൻ്റെ കറക്റ്റ് ഫൈൻഡിങ് കറക്റ്റ് കാണാൻ പറ്റുന്ന ലൈറ്റിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാറുമ്മയ്ക്കും ബൈക്കിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോവാം, എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല റബ്ബറിഷ് ഫിനിഷും വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട്. ബാക്ക് സൈഡിലായിട്ട് അതിന് മോഡൽ നമ്പറും ഡിജിറ്റൽ പ്രഷർ ഗോജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിക്ക് ഇൻബിൽഡ് വരുന്നുണ്ട് കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നല്ല ഒരു നമുക്കൊരു ടാഗ് ഇടാനുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സാധനം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ.
ഇത് ഓട്ടോ ഓഫാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ലെങ്കിൽ അപ്പോൾ ഓഫായി കണ്ടു, ഓട്ടോ ഓഫായി. അപ്പോൾ നമുക്ക് നമ്മുടെ കാറിനോടേക്ക് ടയറിനോടേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ സ്കൂട്ടറിലും കാറിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻലിയുടെ നല്ലൊരു കോമ്പാക്റ്റ് സാധനമുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ലുക്കും ഉണ്ട് കാണാൻ ഈ കളറായ കാരണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടയറിൻ്റെ അവിടേക്ക് പോവാം. ഞാൻ എന്തായാലും നമ്മുടെ സ്കൂട്ടറിലൊന്ന് നോക്കണം ചിരിക്കുകയായിരുന്നു. നമ്മൾ പുതിയ വാങ്ങിച്ച ശേഷം ഞാൻ നോക്കിയിട്ടില്ല. പോപ്പി ഇവൻ അപ്പോഴേക്ക് അന്വേഷിക്കാൻ പറ്റും. ഒന്ന് മാറാ, മാറ് ചിന്തിച്ചേക്കാനാണ് അവിടെ പോകുന്നത്. അവിടെ പൂച്ച പൂച്ച അയ്യോ. നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് നേരത്തേക്ക് മാറിക്കുക, നമുക്ക് അന്വേഷിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ നോക്കാനുള്ളത് എന്ന് വെച്ചാൽ നമുക്കൊരു സ്വിച്ച് ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് വരും. നമുക്കതിൽ PSIയിൽ കാണാം. ഇതിൽ PSIയിൽ കാണാം, നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നത് വെച്ചാൽ നമ്മൾ ഗ്ലെയർ അടിക്കുന്നുണ്ട്, താഴെ PSI എന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ കൊള്ളാൻ ഭയങ്കര പാടാട്ടാ. സ്കൂട്ടറിൻ്റെ ടയറിൽ കൊള്ളണില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിന്, പണിയാണ്. സ്കൂട്ടറിൻ്റെ ടയർ കൊള്ളണില്ല. അപ്പോൾ നമുക്ക് കാറിൻ്റെ ടയറിൽ നോക്കണം. ബൈക്ക് തോണം ബൈക്കിൻ്റെ ഇതിൽ മാത്രമേ വെള്ളമൊന്നുമുണ്ട്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലോസ് ചെയ്യാം, ഇതിൽ നടക്കണ രക്ഷയില്ല. നമുക്ക് കാറിലേക്ക് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ബുള്ളറ്റിൻ്റെ നോക്കേണ്ടി വരും. കാറിൽ നമുക്ക് നോക്കൊക്കെ ഉണ്ടായാലും നല്ല ടൈറ്റാണല്ലോ. ഞാൻ കാറിൻ്റെ അയച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കി നോക്കാം. ഓണാക്കാൻ പറഞ്ഞു, നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് 31. അപ്പോൾ 31 വലിയ കുഴപ്പമില്ലാത്തതാണ്, നമുക്ക് 31 മതി ഈ ടയറിൽ. ഇത് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ നല്ലൊരു സംഭവമാട്ടോ. അതുപോലെ ഇത് ഓട്ടോ ഓഫ് ഫീച്ചർ ഉണ്ട് ഇതിൽ. ഈ ലൈറ്റ് നിങ്ങൾ നോക്കണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഓട്ടോ ഓഫ് ആയിക്കോളും. പക്ഷേ നമ്മുടെ സ്കൂട്ടറിൽ പണി കിട്ടി, എന്താ വെച്ചാൽ ടയറിൻ്റെ ആ സൈസ് കൂടുതലാണ്, അത് കാരണം ഈ ഏരിയയിൽ ഫുൾ കയറുന്നില്ല, അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കിനും കാരണമാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അത് ഇതിന് മാത്രമല്ല, ബാക്കി ഇങ്ങനത്തെ ടൈപ്പ് എല്ലാത്തിനും ഈ പ്രോബ്ലം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തിരി വലിയ ടയറാണെങ്കിൽ സ്കൂട്ടറിനൊക്കെ ആണെങ്കിൽ പറ്റും, പക്ഷേ നമ്മുടെ നോർമൽ സ്കൂട്ടറിലൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ട്രൈ നോക്കിയത് നമ്മുടെ ഗ്രേസിയ ആയിരുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. അപ്പോൾ കാറിന് കൂടുതൽ നല്ലൊരു സാധനം തന്നെ, ബസ് സാധനം തന്നെയാണ്, ആക്യുറേറ്റ് ആണ്, അതാണ് ഒരു പ്രത്യേകത. മെയിൻ സംഭവം ആക്യുറേറ്റ് ആണ് നല്ലതായിട്ട്. അപ്പോൾ നിങ്ങളൊരു ടയർ പ്രഷർ ഗൗജ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ലിങ്ക് കിട്ടും കേട്ടോ. ഇതിന് 1050 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. സ്റ്റാൻലിയുടെ ആണ്, പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ, ബ്ലാക്ക് ആൻഡ് ഡാക്കർ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ശരി ഫ്രണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.